അമേരിക്കയുടെ ഉൾപ്പെടെ അനുഗ്രഹാശിസുകളോട് തന്നെയാണ് റഷ്യയുമായി ഇന്ത്യ വൻതോതിൽ എണ്ണ വ്യാപാരം തുടങ്ങുന്നത്. അതിപ്പോൾ എണ്ണ ആവശ്യത്തിന്റെ ഭാരതത്തിന്റെ ഹൈഡ്രോ കാർബൺ ആവശ്യത്തിന്റെ ഏതാണ്ട് 35% ഇപ്പം റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അത് ലാഭകരമാണ്. അത് ഒരു സന്തുലിതമായ അവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതാ അമേരിക്ക പറയുന്നു അതല്ല കാരണം. ഇപ്പോൾ പറയുന്നു, ഒരു കാരണം പറയാനായി പറയുന്നു, റഷ്യയുമായി എണ്ണ കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾക്ക് നേരെ ഞങ്ങൾ കർശനമായ നികുതി ചുമത്തും. അതുകൊണ്ട് ഇതാ നിലവിൽ പ്രഖ്യാപിച്ച, ഇപ്പോൾ നിലവിൽ വന്ന 25% പുറമെ മറ്റൊരു 25% പിഴ നികുതി കൂടി, പിഴ ടാരിഫ് കൂടി ഞങ്ങൾ ചുമത്താൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ബ്രീതിങ് പീരീഡ് തന്നിരിക്കുകയാണ്. അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ നെഗോസിയേഷനിലൂടെ കാര്യങ്ങൾ തീർച്ചമൂർച്ച വരുത്തിയില്ല എങ്കിൽ 50% നികുതി ഇന്ത്യൻ കയറ്റുമതിക്ക് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അത് നിലവിൽ വരും. അവിടെയാണ് എക്സ്പോർട്ട് രംഗം എങ്ങനെയാണ് ആകെ മാറി മറിയുന്നത്. നോക്കൂ, ഇന്ത്യ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ഇക്കോണമി അല്ല എന്ന് ഓർക്കണം. ഈ അടുത്ത കാലത്താണ് വ്യാപകമായി അമേരിക്കയിലേക്ക് കയറ്റുമതി തുടങ്ങിയതെന്ന് ഓർക്കണം. ചെറിയ കയറ്റുമതി മാത്രമാണ് മുൻകാലത്തുണ്ടായിരുന്നത്. ഇന്ത്യക്ക് ഒന്നാന്തരം ക്യാപ്റ്റീവ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട് എന്നത് മനസ്സിലാക്കണം. ഈ ക്യാപ്റ്റീവ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കഴിയുന്ന പ്രോഡക്ട്സ് മാത്രമേ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് അമേരിക്കയുമായുള്ള വ്യാപാരം പൂർണ്ണമായി നഷ്ടപ്പെട്ടാൽ പോലും, അത് ഏതാണ്ട് $136 ബില്യൺ വ്യാപാരമാണ്, ഉഭയകക്ഷി വ്യാപാരമാണ്, കയറ്റുമതി ഇറക്കുമതിയും ചേർത്ത് $85 ബില്യൺ കയറ്റുമതിയും ഏതാണ്ട് $45 ബില്യൺ ഇറക്കുമതി വരുമ്പോൾ നമുക്കൊരു വ്യാപാര മിച്ചമായി ഇപ്പോൾ $47 ബില്യൺ വ്യാപാര മിച്ചം ഭാരതത്തിനുണ്ട്. ഈ മിച്ചം കുറച്ചു കൊണ്ടുവരാനാണ് ശ്രീ അജിംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ എണ്ണ ഉൾപ്പെടെ ഭാരതം വൻതോതിൽ വാങ്ങുകയാണെങ്കിൽ ഈ ട്രേഡ് ഡെഫിസിറ്റ് ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരാൻ വരും എന്ന ഒരു യുക്തിയാണ് ഒരുപക്ഷെ അമേരിക്ക പ്രകടമായി പ്രകടിപ്പിക്കുന്നതെന്ന് തോന്നാം. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. കാരണം യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഈഗോ ഹർട്ട് ചെയ്യപ്പെട്ടു വിവിധങ്ങളായ കാരണങ്ങളാൽ. ഒന്ന്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അൾട്ടിമേറ്റം നൽകി ട്രംപ്, യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം. പുടിൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അത് ട്രംപിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഒന്ന്, അത് സമാന്തരമായി ഇന്ത്യയും റഷ്യയും തമ്മിൽ നന്നായി അടുക്കുന്നു എന്നൊരു ചിന്തയാണ് എണ്ണ വ്യാപാരത്തിന് ഉപരിയായി ആയുധ വ്യാപാരം. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ നൽകാൻ തയ്യാറാണ്. ഇന്ത്യ പറഞ്ഞു നോ താങ്ക് യു, വി വിൽ ബൈ ഇറ്റ് ഫ്രം റഷ്യ. Su-57 വിമാനങ്ങൾ റഷ്യയിൽ നിന്നും സോഴ്സ് ചെയ്യാം. മാത്രമല്ല അതിന്റെ നിർമ്മാണ അവകാശം ഉൾപ്പെടെ, മാനുഫാക്ചറിംഗ് അവകാശം ഉൾപ്പെടെ, ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെ നടക്കും. ഇന്ത്യയിൽ അത് ഉത്പാദിപ്പിക്കാൻ കഴിയും. ഇന്ത്യ അതാണ് പ്രിഫർ ചെയ്യുന്നത്. അതോടൊപ്പം നരേന്ദ്രമോദി പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുധ നിർമ്മാണം ഉൾപ്പെടെ ഭാരതം ഗൗരവമായി പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ സാധ്യതകൾ ഒന്നൊന്നായി അടയുകയാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോൾ പാകിസ്ഥാന് അമേരിക്ക വർദ്ധിച്ചു വരുന്നൊരു പ്രസക്തി കൽപ്പിച്ചു നൽകുന്നത്. പാകിസ്ഥാന്റെ എണ്ണ പരിവേഷണത്തിന് വേണ്ടി അമേരിക്ക ഇപ്പോൾ വലിയ തോതിൽ സഹായം ചെയ്യാം എന്ന് ഏറ്റിരിക്കുകയാണ്. അവിടെ എണ്ണ ഉണ്ടോ, അത് പരിവേഷണം നടത്തി എടുക്കാനാവുമോ, അതൊക്കെ മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ട്രംപ് പറഞ്ഞു വെച്ചു, ഒരു നാൾ, ഇനി അനധിവിദൂരമായ ഭാവിയിൽ ഒരു നാൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്ക് എണ്ണ ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ഞാൻ അത്ഭുതപ്പെടില്ല എന്ന് വരെ ട്രംപ് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനെ ചേർത്ത് പിടിച്ച്, ബംഗ്ലാദേശിനെ കൂടെ ചേർത്ത് പിടിച്ച് ഭാരതത്തോട് കഠിനമായി വിലപേശാനുള്ള ട്രംപിന്റെ ഒരു നീക്കമാണ്. അതിന് വഴങ്ങേണ്ടതില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം. ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത്. കേന്ദ്ര വിദേശകാര്യ വക്താവിന്റെ ഭാഗത്തുനിന്ന് വന്ന ജയ്സ്വാളിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നതാണ്. അമേരിക്കയ്ക്ക് കച്ചവടമാകാം റഷ്യയുമായി. ഹൈഡ്രോ കാർബൺ ഇല്ല എങ്കിൽ പോലും യുറേനിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പലേഡിയം, യുറേനിയം, രാസവളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു. അത് നിലനിൽക്കെ ഇന്ത്യയും റഷ്യയും തമ്മിൽ വ്യാപാര ബന്ധമുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് പിഴ ഈടാക്കുന്നതിന്റെ നൈതികത ഭാരതം ചോദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ ഭാഗത്തു നിന്ന് കർശനമായ ചില പ്രസ്താവനകൾ വരുന്നു. അത് മാത്രമല്ല ദിമിത്രി മെദ്വദേവിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവന അമേരിക്കൻ പ്രസിഡന്റിനെ ആവോളം പരിഹസിക്കുന്ന രീതിയിൽ, ഒരുപക്ഷെ നിങ്ങൾ ആണവായുധം ഉൾപ്പെടെ പ്രയോഗിക്കും എന്നാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെ പഴയ ശീതയുദ്ധ സമയത്തെ ഡെഡ് ഹാൻഡ് എന്ന രീതിയിൽ ആ ഒരു ഡിക്റ്റം പ്രയോഗിക്കാൻ തയ്യാറാവും. ഒരുപക്ഷെ ഞങ്ങളെ പൂർണ്ണമായി അവസാനിപ്പിച്ചാൽ പോലും ഞങ്ങളുടെ